എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ലഭിക്കാവുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. എല്ലാ വില്ലകളും ഓൾറെഡി സെയിലായി കഴിഞ്ഞിട്ടുള്ള ഈ പ്രൊജക്റ്റിൽ ഈ ഒരു വീട് മാത്രമേ ഇനി സെയിലിനായുള്ളൂ. അത്യാവശ്യം വീതിയുള്ള റോഡുകളാണ് ഇവിടെ കാണാൻ കഴിയുക. ഈ വില്ലയ്ക്കായി നമുക്ക് കോമൺ കിണറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കിണർ വരുന്നത്. അത്യാവശ്യം വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. പുറത്തെ മതിലിൻ്റെ ഗേറ്റ് വർക്കിൻ്റെ എല്ലാം പെയിൻറ്റിങ് വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. മഴ കാരണമാണ് അത് മാത്രം പെൻഡിങ് ആയിട്ടുള്ളത്. 2 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിനായി ലഭിക്കുന്നുണ്ട്. കിഴക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഡയറക്ഷനിൽ വരുന്ന വീടിൻ്റെ ഫ്രണ്ടിലായി വലിയൊരു സിറ്റ് ഔട്ട് കാണാൻ കഴിയും. എൽ ഷേപ്പിൽ വരുന്ന സിറ്റ് ഔട്ട് തന്നെയാണ്. ഗ്രാനൈറ്റും മൊറോക്കൻ ടൈലുകളുമാണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്നാൽ നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. വലിപ്പമുള്ള വിൻഡോകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരുന്ന് TV കാണാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലായി മനോഹരമായ വർക്കുകളും TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 8 സീറ്ററിൻ്റെയോ 10 സീറ്ററിൻ്റെയോ വലിയ ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ കാണാൻ കഴിയും. ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന ഗ്ലോസി ഫിനിഷിംഗിൽ വരുന്ന ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാള് ഡബിൾ ഹൈറ്റോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. അത്യാവശ്യം നല്ല കിച്ചണാണ് ഇവിടെ കാണാൻ കഴിയുക. കിഴക്കോട്ടാണ് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചിമ്മിനിയും ഹോബും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് നല്ല ഭംഗിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് പുറത്തായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഈ ബെഡ്റൂമിനും വിശാലമായ ബാത്റൂം കാണാം. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായാണ് വാഷ് കൗണ്ടർ വരുന്നത്. അത്യാവശ്യം ഭംഗിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീലും വുഡുമാണ് ഹാൻഡ് ഡ്രില്ലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ട്രീറ്റഡ് വുഡാണ് ഇവിടെ സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിശാലമായ ഒരു ഹോളിലാണ് വന്നെത്തി നിൽക്കുന്നത്. അതുകൂടാതെ സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ നമുക്കൊരു ഇരിപ്പിടം ലഭിക്കുന്നുണ്ട്. ഇവിടെയായി നല്ലൊരു സ്റ്റഡി യൂണിറ്റും കാണാം. നല്ലൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ സ്റ്റെയർ കേസ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായൊരു ഹോള് തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ നമുക്ക് കാണാം അവിടെ ഒരു സിറ്റിംഗ് ഏരിയയും ഒരു ഫിക്സഡ് ഗ്ലാസ് എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലെ നിലയിൽ ഈ ഒരു ഭാഗത്തും നല്ലൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് കാണാൻ കഴിയും. അവിടെയും ഒരു ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് മുകളിലെ നിലയിൽ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിലാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കബോർഡ് വർക്കും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് ആ ഒരു ബെഡ്റൂം. ഇവിടെ നിന്ന് നമുക്കിനി യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 4 സെൻറ്റിൽ 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 68 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.